ഡിസംബർ 8 മുതൽ 15 വരെ നവോദയ പുറക്കുന്ന് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ സീനിയർ വോളിയുടെ പോസ്റ്റർ പ്രകാശനം പെരിങ്ങോം വയക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PV തമ്പാൻ നിർവഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P സജിത്ത് സ്വാഗതം പറഞ്ഞു. വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K കമലാക്ഷൻ, സംഘാടക സമിതി ചെയർമാൻ P പ്രകാശൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ P രാഘവൻ നന്ദി രേഖപ്പെടുത്തി. ജനപ്രതിനിധി ഭാഗത്തു നിന്നെല്ലാം ഇതുവരെയായിട്ട് ലഭിച്ചിട്ടുള്ളത് ആയതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് നമ്മുടെ സംഘാടക സമിതിയും ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ സ്ഥലത്ത് വെച്ച് നടത്തിയിരുന്നു. വളരെ മനോഹരമായ ഒരു സംഘാടക സമിതി ഓഫീസാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ സീനിയർ വോളി ആണെങ്കിലും ഒരു അഖിലേന്ത്യാ വോളിയുടെ മോഡലുള്ള ഒരു സംഘാടക സമിതി ഓഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുതന്നെ അവർ ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നാട്ടുകാരിൽ നിന്നാവുമ്പോഴും മറ്റ് ആൾക്കാരിൽ നിന്നൊക്കെയുള്ള അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ, അത് ഗ്രൗണ്ട് പണിയിലായാലും മറ്റ് സഹായ സഹകരണങ്ങളിലെല്ലാം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് 2 ദിവസമായിട്ട് നമ്മുടെ ജില്ലാ സീനിയർ വോളിയുടെ ഗ്രൗണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും അതുപോലെ തന്നെ സംഘാടക സമിതി പ്രവർത്തകർ, ക്ലബ്ബ് പ്രവർത്തകർ, മറ്റു ജനങ്ങളെല്ലാം വളരെ ആവേശഭരിതമായി ഈ ഒരു പരിപാടിയുമായി ഗ്രൗണ്ട് നിർമ്മാണം. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ജില്ലാ വോളിബോളിൻ്റെ പോസ്റ്റർ പ്രകാശനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പെരിങ്ങോം വയക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPMൻ്റെ പെരിങ്ങോം ഏരിയ കമ്മിറ്റി മെമ്പറുമായ PV തമ്പാനെ ക്ഷണിക്കുക. വോളിബോള് നമ്മുടെ ഈ കിഴക്കൻ മലയോര മേഖലയിൽ വലിയ തോതിലുള്ള ആവേശം നൽകുന്ന ഒരു കളിയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു ബാധ്യത നമ്മുടെ നാട്ടിലുണ്ട്. ഈ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന ടീം അംഗങ്ങളെ ഏറ്റവും നല്ല നിലയിൽ ഈ ആവേശത്തോടു കൂടി തന്നെ അവരെ സ്വീകരിക്കാനും പ്രയാസമില്ലാതെ നമുക്ക് അവരെ തിരിച്ചയക്കാനും കഴിയത്തക്ക രീതിയിൽ നല്ല നിലയിലുള്ള ഒരിടപെടൽ നമുക്ക് ആവശ്യമാണ്. തീർച്ചയായും നവോദയയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചെറുപ്പക്കാരും അതേപോലെ തന്നെ ഇതിൻ്റെ ആവേശം കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളുമെല്ലാം ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരും. അവരുടെ സഹായത്തോടു കൂടി ഈ കളി കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൻ്റെ ആവേശമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളും നമുക്കിതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കാൻ കഴിയും. സാംസ്കാരിക രംഗത്ത്, കലാകായിക രംഗത്തുമെല്ലാം വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇതിലുള്ള ഒരു സംവിധാനം കൂടിയാണിത്. നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ തൊഴിൽ നേടി പോകുന്ന മേഖലയിൽ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ, അവർക്ക് പ്രദർശിപ്പിക്കാൻ ഇനിയുള്ള ദിവസം ഡിസംബർ 8 വരെ തുടർന്ന് കളി നടക്കുന്ന ഘട്ടത്തിലും ഇതിനു വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടുകാരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന പ്രത്യാശയോടെ ഈ പരിപാടിക്ക് എല്ലാ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്ന അഭിവാദ്യം. വേണ്ടി നമ്മുടെ ട്രം CH ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV തമ്പാൻ അവരുടെ ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അതുപോലെ തന്നെ ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന 12 വാർഡ് മെമ്പർ ശ്രീ K കമലാക്ഷൻ അവർക്കും ക്ലബിൻ്റെ പേരിലും ഈ സംഘാടക സമിതിക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാരെയും സംഘാടക സമിതി അംഗങ്ങളെയും നന്ദി അറിയിച്ചു. ഈ വാർത്ത തയ്യാറാക്കിയത് രനീഷ് OK പുറക്കുന്ന്. Pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി,
ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.